ഗുരുവായൂർ ദിവസങ്ങളുടെ വ്യത്യാസമില്ലാതെ എന്നും ആളും ബഹളവും നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. തിരുപ്പതിയും പുരി ജഗന്നാഥ ക്ഷേത്രവും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ എത്തിച്ചേർന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രം. ഭാരങ്ങൾ ഇറക്കി വെച്ച് ആശ്വാസം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രത്യേകത ധാരാളമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നാരായണീയം കേട്ടുണരുന്ന ഭഗവാനും ഗുരുവായൂർ ദർശനം പൂർത്തിയാക്കുവാൻ സന്ദർശിക്കേണ്ട സമീപത്തെ ക്ഷേത്രങ്ങളും ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന പ്രതിഷ്ഠയും ഒക്കെ കൂടുമ്പോൾ ഗുരുവായൂർ ഒരു വിശുദ്ധ ഭൂമിയായി മാറുന്നു. ഈ വിശുദ്ധ ഭൂമി സന്ദർശിക്കുക എന്നത് വിശ്വാസികളുടെ നിയോഗവും. നമുക്കാദ്യം ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥ അറിയാം. പണ്ട് മഹാവിഷ്ണു പൂജിച്ചിരുന്ന വിഗ്രഹം തലമുറകൾ കൈമാറി ശ്രീകൃഷ്ണന്റെ കയ്യിലെത്തി. പിന്നീട് ദ്വാരക പ്രളയത്തിലാണ്ട് തന്റെ സ്വർഗാരോഹണ സമയത്ത് ദേവഗുരുവായ ബൃഹസ്പതിയോട് ഇത് ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടു അത്രേ. ഇത് പ്രതിഷ്ഠിക്കാനായി ബൃഹസ്പതിയും വായുവും ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി. അങ്ങനെ ആ യാത്രക്കിടെ അവർ ശിവൻ തപസ്സു ചെയ്തു എന്ന് വിശ്വസിക്കുന്ന രുദ്രതീർത്ഥക്കരയിലെത്തുകയും ഇവിടെ പ്രതിഷ്ഠ നടത്തുവാൻ ശിവൻ ആവശ്യപ്പെടുകയും ചെയ്തു അത്രേ. ദേവഗുരുവും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഇവിടെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് എന്നാണ് വിശ്വാസം. വിശ്വകർമാവാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഭൂലോക വൈകുണ്ഠം എന്നും ഇവിടെ അറിയപ്പെടുന്നു. ഗുരുവായൂരിൽ ഭഗവാനെ ഉണർത്തുന്നതിന് ചില ചിട്ടകളൊക്കെയുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും എഴുത്തച്ഛൻ രചിച്ച ഹരിനാമകീർത്തവും പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയും ശംഖുനാഥവും തകിലും നാദസ്വരവും കൊണ്ടാണ് ഭഗവാനെ പള്ളിയുണർത്തുക. എന്നും പുലർച്ചെ 3 മണിക്കാണ് പള്ളിയുണർത്തലിന്റെ സമയം. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തിച്ചേരാറുണ്ട്. ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് വെളിയിലിറങ്ങുന്ന സമയം കൂടിയായതിനാൽ ഇത് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആഘോഷം കൂടിയാണ്. ഗുരുവായൂരപ്പൻ എന്നാണ് പറയുന്നതെങ്കിലും ഉണ്ണിക്കണ്ണനായാണ് കൃഷ്ണനെ ഇവിടെ ആരാധിക്കുന്നത്. ശ്രീകൃഷ്ണൻ തന്റെ അവതാര സമയത്ത് കാരാഗൃഹത്തിൽ വെച്ച് വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ രൂപത്തിലാണ് ഈ വിഗ്രഹമുള്ളതെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണൻ എന്ന് വിളിക്കുന്നത്. വളരെ അപൂർവമായ പാതാളജ്ഞനം എന്ന ശിലയിലാണ് ഇവിടുത്തെ വിഗ്രഹമുള്ളത്. ഇനി ഗുരുവായൂർ ദർശിച്ച് എല്ലാ ഫലങ്ങളും ലഭിക്കണമെങ്കിൽ സമീപത്തിൽ ചില ക്ഷേത്രങ്ങൾ കൂടി ദർശിക്കണം. മമ്മിയൂർ മഹാദേവ ക്ഷേത്രം, തിരുവെങ്കിടം ക്ഷേത്രം, പാർത്ഥസാരഥി ക്ഷേത്രം എന്നിവയാണ് ആ ക്ഷേത്രങ്ങൾ. ചൊവ്വല്ലൂർ ശിവക്ഷേത്രം, പെരുന്തിട്ട ശിവക്ഷേത്രം തുടങ്ങിയവയും സമീപത്തെ പ്രധാന ക്ഷേത്രങ്ങളാണ്. ഇനി ഗുരുവായൂരിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ഏകാദശി. വൃശ്ചികത്തിലെ ഗുരുവായൂർ ഏകാദശി ആചരിക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാക്കാൻ മനസ്സറിഞ്ഞ് ഗുരുവായൂർ ഏകാദശി ആചരിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഏകാദശി. മഹാവിഷ്ണു ദേവഗണങ്ങൾക്കൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ദിവസം എഴുന്നള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പഴക്കം ഇന്നും അജ്ഞാതമാണ്. ക്ഷേത്രത്തിന്റെ പഴക്കത്തെയും ചരിത്രത്തെയും കുറിച്ച് പറയുന്ന രേഖകൾ ലഭ്യമല്ലെങ്കിലും 5000 വർഷത്തിലധികം പഴക്കം ഇതിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടക്കത്തിൽ ദ്രാവിഡ ക്ഷേത്രവും പിന്നീട് ബുദ്ധക്ഷേത്രവുമായി മാറിയ ഈ ക്ഷേത്രത്തെക്കുറിച്ച് തമിഴിൽ ഉൾപ്പെടെയുള്ള പല പ്രധാന കൃതികളിലും വിവരിക്കുന്നുണ്ട്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരിലെ വിഗ്രഹം സംരക്ഷിക്കുവാനായി ക്ഷേത്രക്കാർ അമ്പലപ്പുഴയിലേക്ക് പോയത്രേ. മഹാരാജാവിൽ നിന്നും മറ്റും പ്രത്യേക അനുമതി വാങ്ങി അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ തെക്ക് നടക്ക് സമീപമുള്ള ചെമ്പകശ്ശേരി രാജാവിന്റെ കൊട്ടാരത്തിൽ പ്രതിഷ്ഠിച്ചു. സമീപത്തു തന്നെ തിടപ്പള്ളിയും കിണറും നിർമ്മിക്കുകയും ചെയ്തു. ഇന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. അമ്പലപ്പുഴ ഗുരുവായൂർ നട എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
ഇനി പുന്നത്തൂർ കോട്ട. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആന വളർത്തൽ കേന്ദ്രത്തിലൊന്നാണ് ഗുരുവായൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പുന്നത്തൂർ കോട്ട. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കോട്ടയിൽ ഗുരുവായൂർ വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് സംരക്ഷിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിലും വളരെയധികം പ്രത്യേകതകളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം അതിന്റെ വാസ്തുവിദ്യാ ശൈലിക്കും ശില്പങ്ങൾക്കും പേരുകേട്ടതാണ്. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം 4 കോണ ആകൃതിയിലാണുള്ളത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണമായി കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഗർഭഗൃഹത്തിന് വിപരീതമായി ക്ഷേത്രത്തിന് ഗോപുരം 7 നിലകൾക്കുള്ളതാണ്. ഓരോ നിലയിലും സുന്ദരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് നിരവധി ഉപക്ഷേത്രങ്ങളുമുണ്ട്. ഓരോന്നും വ്യത്യസ്ത ദേവതകൾക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായതും ദിവസം ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നതുമായ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.